ഈ ഓട്ടോക്കാരെല്ലാം എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ആളുകളും കള്ളന്മാരും, അതായത് മറ്റുള്ള യാത്രക്കാരിൽ നിന്ന് മാക്സിമം എങ്ങനെ ഊറ്റാം എന്ന് ആലോചിച്ച് നടക്കുന്ന വ്യക്തികൾ തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും, ആരോടും പറയും. കാരണം എൻ്റെ കുറേ അനുഭവങ്ങളായി സഹിക്കാൻ പറ്റാണ്ടായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഞാൻ ഓൾറെഡി ആളോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ നിർത്താതെ മനഃപൂർവ്വം, ഞാനൊരു ഫോണിലായിരുന്നു, അപ്പോൾ ആളവിടെ നിർത്താതെ അത് കഴിഞ്ഞ് ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, ചേട്ടാ എനിക്കിവിടെയാണ് ഇറങ്ങേണ്ടായിരുന്നു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, അയ്യോ ഇനി ഒന്നും കൂടി റൗണ്ട് അടിക്കേണ്ടി വരും, അതേ സ്ഥലത്ത് നല്ല മഴയാണ്, എൻ്റെ കയ്യിൽ കുട ഉണ്ടായിരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിലേക്ക് തിരിച്ച് നടന്നേനെ. 57 രൂപയാണ് ആ സ്റ്റോപ്പിലേക്ക് ഓട്ടോ ചാർജ്. പക്ഷേ ഇദ്ദേഹം വളഞ്ഞ് അവിടെ അത്രയും ദൂരം എത്തിക്കണം, കാരണം മഴയാണല്ലോ. അപ്പോൾ ഇത് 72, 62, 72 ടോട്ടൽ എൻ്റെ നിന്ന് 90 രൂപ ആളെടുത്തു. എന്നാലോചിച്ച് നോക്കി, 57 രൂപയ്ക്ക് ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം എന്നെ വീണ്ടും അതേ സ്ഥലത്തേക്ക് ഒരു റൗണ്ടും കൂടി അടിച്ച് കൊണ്ടുപോകുമ്പോൾ 90 രൂപയാണ് മേടിച്ചത്. അപ്പോൾ എന്തൊരു കള്ളന്മാരാണല്ലേ ഈ ഓട്ടോ ഡ്രൈവർമാർ. ഇത് നമ്മുടെ തൃശ്ശൂർ മാത്രമാണോ അത് എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഭയങ്കര ചതി തന്നെയാണ്. ഒരാളിനെ പിടിച്ച് മേടിക്കണ പൈസയും നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന പൈസയും നല്ല വ്യത്യാസമുണ്ട്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ ആരുടെയും പൈസ ഇങ്ങനെ പറ്റിച്ച് മേടിക്കരുത്. ഞാൻ അറിഞ്ഞുകൊണ്ടൊക്കെ സഹതാപം തോന്നി 10 രൂപ കൂടുതൽ കൊടുത്തിട്ടുണ്ട് നല്ല ആൾക്കാർക്ക് കേട്ടോ. ഇത് ഇങ്ങനെ പിടിച്ച് മേടിക്കുക, പിടിച്ച് പറയുന്നത് എന്നാ പറയുക. എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞു, കണ്ടോ എത്രയോ ദൂരം എന്നെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ എത്തേണ്ട സ്റ്റോപ്പിലേക്ക്. വീണ്ടും അതായത് വടക്കുന്നാഥ് ചുറ്റിക്കൊണ്ടേ ഇരിക്കുക അമ്പലം. ഞാൻ ആലോചിക്കാം, ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാ? എന്തൊരു കള്ളന്മാരാണല്ലേ ഈ ഓട്ടോ ഡ്രൈവർമാർ. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു അനുഭവം, ഇടയ്ക്കിടയ്ക്ക് ഇതേ ഓട്ടോ ഡ്രൈവർമാർ ചില സമയത്ത് ചീത്ത പറയാതെ 100 രൂപ എടുത്തിട്ട് ഞാൻ കൊടുക്കണം, എൻ്റെ വേറെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി എനിക്കൊരു 10 രൂപയാണ് ആൾ തിരിച്ചറിഞ്ഞത്.